എല്ലാ വിഷയവും എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടതല്ല. സംസ്ഥാന BJP പ്രസിഡന്റ് കഴിവുള്ള 2 നേതാക്കളെ ഛത്തീസ്ഗഡിൽ അയച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ കേന്ദ്രമന്ത്രി അതിലിടപെടണം എന്ന് വാശി പിടിക്കുന്നതിൽ കാര്യമില്ല. മാത്രമല്ല, സുരേഷ് ഗോപി തൻ്റേതായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു. എന്നിട്ടും സുരേഷ് ഗോപി എവിടെ, കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുന്നവർ ഒരു ചോദ്യത്തിനുകൂടി ഉത്തരം നൽകണം. സുരേഷ് ഗോപി ഒന്നുമല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണ്. എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒരു MP മലയാളികൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്. മാസം ഒരുപാടായി പ്രിയങ്ക ഗാന്ധി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട്. ആ വിജയത്തിന് ശേഷം എത്ര തവണ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്, എത്ര സാധാരണ വോട്ടർമാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. 1-2 തവണ മാത്രമാണ് എത്തിയതെന്നും എത്തിയപ്പോഴൊക്കെ വലിയ ആളും ആരവുമായി പൊതുപരിപാടിയിൽ പങ്കെടുത്ത് കൈവീശിപ്പോയി എന്നും എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യനെയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെയും കണ്ടിട്ടുമില്ല. പ്രിയങ്ക ഗാന്ധി വെറും MP മാത്രമാണ്. ആ MP വാസ്തവത്തിൽ വയനാട്ടിൽ താമസിച്ച് വയനാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതല്ലേ? മറ്റൊരു ഉത്തരവാദിത്വവും പ്രിയങ്ക ഗാന്ധിക്കില്ലെന്ന് ഓർക്കണം. പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇല്ലാതിരിക്കുന്നത് തൻ്റെ കുടുംബജീവിതവും ആഡംബര ജീവിതവും സ്വസ്ഥമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. വേറൊരു നാട്ടിൽ നിന്നും ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാൻ മലയാളികൾ കാട്ടിയ സൗമ്യനസ്യത്തെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. പ്രിയങ്ക ഗാന്ധിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് കൂറുണ്ടെങ്കിൽ, കടപ്പാടുണ്ടെങ്കിൽ വയനാട്ടിൽ വീടെടുത്ത് താമസിച്ച് ജനങ്ങളുടെ ഭാഗമായി നിൽക്കണം. അതിന് തയ്യാറാവാതെ വല്ലപ്പോഴും ആളിനും ആരവത്തിനുമൊപ്പം ഇടയിൽ വന്ന് കൈകാട്ടിപ്പോകുന്ന പ്രിയങ്ക ഗാന്ധിയേക്കാൾ എത്രയോ തവണ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തൻ്റെ വോട്ടർമാരെ കാണാനെത്തിയിട്ടുണ്ട്. ആ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുന്നവർ ആദ്യം അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും പ്രിയങ്ക ഗാന്ധിയാണ്.